നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം ലോഗോസ് ക്വിസിൻ്റെ ഭാഗമായ ആ വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആരംഭിക്കാം. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 11 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നാം കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ദബീറിൻ്റെ പഴയ പേര് എന്താണ്? ഉത്തരം: കിര്യാത്ത് സേഫർ. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിലാണുള്ളത്. ഒരിക്കൽ കൂടി, ദബീറിൻ്റെ പഴയ പേര് എന്താണ്? ഉത്തരം: കിര്യാത്ത് സേഫർ. രണ്ടാമത്തെ ചോദ്യം: കാലേബിൻ്റെ മകളുടെ പേരെന്താണ്? ഉത്തരം: അക്സ. അത് 1-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. കാലേബിൻ്റെ മകളുടെ പേരെന്താണ്? അക്സ. മൂന്നാമത്തെ ചോദ്യം: കിര്യാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് എന്ത് നൽകുമെന്നാണ് കാലേബ് പറഞ്ഞത്? ഉത്തരം: മകൾ അക്സായെ ഭാര്യയായി നൽകാമെന്നാണ് പറഞ്ഞത്. മകൾ അക്സായെ ഭാര്യയായി. അത് 1-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. ഒരിക്കൽ കൂടി, കിര്യാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് എന്തു നൽകുമെന്നാണ് കാലേബ് പറഞ്ഞത്? ഉത്തരം: മകൾ അക്സായെ. നാലാമത്തെ ചോദ്യം: ആരാണ് കിര്യാത്ത് സേഫർ പിടിച്ചടക്കിയത്? ഉത്തരം: ഒത്നിയേൽ. അത് 1-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് ഉള്ളത്. ആരാണ് കിര്യാത്ത് സേഫർ പിടിച്ചടക്കിയത്? ഉത്തരം: ഒത്നിയേൽ. അഞ്ചാമത്തെ ചോദ്യം: അക്സ തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടാനാണ് ഒത്നിയേലിനോട് പറഞ്ഞത്? ഉത്തരം: ഒരു വയൽ. അത് 1-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: അക്സ തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടാനാണ് ഒത്നിയേലിനോട് പറഞ്ഞത്? ഉത്തരം: ഒരു വയൽ. ആറാമത്തെ ചോദ്യം: മോശയുടെ അമ്മായിയപ്പൻ ആരാണ്? ഉത്തരം: കേന്യൻ. അത് 1-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ഉള്ളത്. മോശയുടെ അമ്മായിയപ്പൻ ആരാണ്? ഉത്തരം: കേന്യൻ. ഏഴാമത്തെ ചോദ്യം: നെഗബിൽ ആരാദിനു സമീപമുള്ള മരുഭൂമിയുടെ പേര് എന്താണ്? ഉത്തരം: യൂദാ മരുഭൂമി. അത് 1-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ഉള്ളത്. ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: നെഗബിൽ ആരാദിനു സമീപമുള്ള ഒരു മരുഭൂമിയുടെ പേര് എന്താണ്? ഉത്തരം: യൂദാ മരുഭൂമി. എട്ടാമത്തെ ചോദ്യം: ജോസഫിൻ്റെ ഗോത്രം ആർക്കെതിരെയാണ് പുറപ്പെട്ടത്? ഉത്തരം: ബഥേലിനെതിരെ. അത് 1-ാം അധ്യായം 22-ാം വാക്യത്തിലാണ് ഉള്ളത്. ജോസഫിൻ്റെ ഗോത്രം ആർക്കെതിരെയാണ് പുറപ്പെട്ടത്? ഉത്തരം: ബഥേലിനെതിരെ. ഒൻപതാമത്തെ ചോദ്യം: ബഥേൽ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം: ലൂസ്. അത് 1-ാം അധ്യായം 23-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ബഥേൽ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം: ലൂസ്. പത്താമത്തെ ചോദ്യം: അമോര്യർ ഏതു ഗോത്രത്തെയാണ് മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത്? ഉത്തരം: ദാൻ. 1-ാം അധ്യായം 34-ാം വാക്യത്തിലാണ് ഇതുള്ളത്. അമോര്യർ ഏതു ഗോത്രത്തെയാണ് മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത്? ഉത്തരം: ദാൻ. ഞാൻ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്ലാസ്സിന് ശേഷം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.